+2 കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് ₹1 പോലും ഫീസ് അടയ്ക്കാതെ മാസം 1 ലക്ഷത്തിൽ കൂടുതൽ ഇങ്ങോട്ട് സ്റ്റൈപ്പൻഡ് നേടിക്കൊണ്ട് പഠിക്കാനുള്ള അവസരമുണ്ട് യൂറോപ്പിൽ, അതും ജർമ്മനിയിൽ. +2 മാത്രം മതി ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചിട്ടുണ്ടെങ്കിൽ ₹1 ലക്ഷം കൂടുതൽ മാസം സ്റ്റൈപ്പൻഡ് മേടിക്കാം. ₹1 പോലും ഫീസ് അടയ്ക്കാതെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഴ്സ് നിങ്ങൾക്ക് അവിടെ പഠിക്കാനുള്ള അവസരമുണ്ട്. നമ്മുടെ നാട്ടിൽ BSc അല്ലെങ്കിൽ GNM, ANM, MSc ഒക്കെ കഴിഞ്ഞിട്ടുള്ള നേഴ്സസ്, വർക്കിംഗ് നേഴ്സസ്, എക്സ്പീരിയൻസ് ഉള്ളവരും ഇല്ലാത്തവർക്കും ജർമ്മനിയിൽ ഫ്രീ ആയിട്ട് പ്ലേസ്മെൻറ്റ്സ് കിട്ടും. ₹1 പോലും നിങ്ങൾ ചിലവാക്കേണ്ട കാര്യമില്ല. ഇൻക്ലൂഡിങ് നിങ്ങളുടെ ഫ്ലൈറ്റ് ടിക്കറ്റ്, വിസ ഉൾപ്പെടെ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ട് ₹1 പോലും ചിലവാക്കാതെ നിങ്ങളുടെ ഡ്രീം കൺട്രിയായ ജർമ്മനിയിൽ പോയിട്ട് ജോലി ചെയ്യാം. എങ്ങനെയാണെന്നല്ലേ, ജർമ്മൻ ലാംഗ്വേജ് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുന്ന ഫീസും റീഫണ്ടായിട്ട് കിട്ടും. കൂടുതൽ അറിയാനായിട്ട് ഞങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യാം. ഞാൻ എന്നും ചെയ്യുന്നതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. +2 കഴിയുന്ന വിദ്യാർത്ഥികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കൊക്കെ ഈ സമയത്ത് വലിയൊരു ആശങ്കയായിരിക്കും, ഇനി എന്താണ് പഠിക്കാൻ പോകുക, അതല്ലെങ്കിൽ ഇനി എന്താ ചെയ്യുക എന്നുള്ളത്. എന്ത് പഠിക്കണം എന്ന് തീരുമാനിച്ച വിദ്യാർത്ഥികൾക്കും അതേപോലെ തന്നെ തീരുമാനം എടുക്കാൻ കഴിയാതിരിക്കുന്ന വിദ്യാർത്ഥികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കൊക്കെ ഈ വീഡിയോ ഉപകരിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. +2 കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്റ്റൈപ്പൻഡ് അതേപോലെ തന്നെ ഇന്റേൺഷിപ്പ് ഒക്കെ നേടിക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന, വലിയ ചെലവൊന്നുമില്ലാതെ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ജോലികളുണ്ട്. പഠിക്കുന്ന സമയത്ത് സമ്പാദിക്കുകയും അതേപോലെ തന്നെ പഠനം കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്ഥിരമായ ഒരു ജോലിയും നേടാം എന്നുള്ളതാണ് ഈ കോഴ്സുകളുടെ പ്രത്യേകത. ഈ കോഴ്സുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ ഞാൻ നിങ്ങളെ ഈ വീഡിയോയിൽ കൂട്ടിക്കൊണ്ടുപോകുന്നത് കൊച്ചിയിൽ പാലാരിവട്ടം പടിവട്ടത്തുള്ള ക്രോസ് റോഡ് ഓവർസീസ് എന്ന് പറയുന്ന ഒരു എഡ്യൂക്കേഷണൽ കൺസൾട്ടന്റിന്റെ അടുത്തേക്കാണ്. അപ്പൊ ഞാനുള്ളത് ക്രോസ് റോഡ്സിലാണ്. അപ്പൊ നമുക്ക് കാര്യങ്ങൾ ഇവർ തന്നെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരും. അപ്പൊ നമുക്ക് എന്തൊക്കെയാണ് വരുന്നത്, നമ്മൾ ഏതൊക്കെയാണ് ഓപ്ഷൻസ് വരുന്നത്? ക്രോസ് റോഡ്സിനെ പറ്റി പറയുകയാണെങ്കിൽ, ക്രോസ് റോഡ്സ് 2008 സ്റ്റാർട്ട് ചെയ്തൊരു കമ്പനിയാണ്. 16 വർഷമായിട്ട് നമ്മൾ എഡ്യൂക്കേഷൻ ഇൻഡസ്ട്രിയിൽ 16 വർഷമായിട്ട് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. നമ്മൾ ഇന്ത്യൻ അഡ്മിഷൻസും അതുപോലെ അബ്രോഡ് അഡ്മിഷൻസ് ആണ് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്. ഇന്ത്യയിൽ നമ്മൾ ഇപ്പോൾ കർണാടക, തമിഴ്നാട് പോലെയുള്ള കോളേജ് അഡ്മിഷൻസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ യൂറോപ്പ്, കാനഡ, ഓസ്ട്രേലിയ പോലെയുള്ള കൺട്രീസിനകത്തൊക്കെ നമ്മൾ അഡ്മിഷൻസ് വളരെ സക്സസ്ഫുൾ ആയിട്ട് ചെയ്യുന്നൊരു കൺസൾട്ടൻസിയാണ് ക്രോസ് റോഡ്സ്. അതുകൂടാതെ MBBS പഠിക്കാനായിട്ട് കുട്ടികൾക്ക് ഒരു ഡോക്ടേഴ്സിൻ്റെ പാനൽ തന്നെ നമുക്കുണ്ട്. കാരണം MBBSൻ്റെ ഒരു അഡ്മിഷൻ്റെ സ്റ്റാർട്ടിങ് മുതൽ അവരുടെ ഹൗസ് ഏജൻസി കഴിയുന്നത് വരെയുള്ള കാര്യങ്ങൾ അഡ്വൈസ് ചെയ്യാനായിട്ടുള്ള ഒരു MBBS ഡോക്ടേഴ്സിൻ്റെ ഒരു പാനലും നമുക്കുണ്ട്. അത്തരം രീതിയിൽ സക്സസ്ഫുൾ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു കൺസൾട്ടൻസിയാണ് ക്രോസ് റോഡ്സ് ഓവർസീസ് എഡ്യൂക്കേഷൻ. നമ്മുടെ ഓഫീസ് വരുന്നത് എറണാകുളത്ത് പാടിവട്ടം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. പാടിവട്ടം എന്ന് പറയുന്നത് നമ്മൾ പാലാരിവട്ടത്ത് നിന്ന് കാക്കനാട് പോകുന്ന വഴിയിൽ 1 കിലോമീറ്റർ. പാടിവട്ടം ബസ് സ്റ്റോപ്പിൻ്റെ അടുത്താണ് നമ്മുടെ ഓഫീസ് വരുന്നത്, എറണാകുളം പാടിവട്ടം. നമ്മൾ ഇന്ത്യയിൽ പഠിക്കുന്ന അതേ കോസ്റ്റിൽ അല്ലെങ്കിൽ അതിനേക്കാളും ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്കിപ്പോൾ വിദേശ വിദ്യാഭ്യാസം അവൈലബിൾ ആണ്. പണ്ടൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിദേശ വിദ്യാഭ്യാസം കാശുള്ളവർക്ക് മാത്രമേ ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരുന്നു. കാരണം ഒരു പരിധി വരെ പൈസ വേണം, അതുപോലെ ഫിനാൻസ് കാണിക്കണം, ബ്ലോക്ക് കൊണ്ട് കാണിക്കണം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. പക്ഷെ ഇന്നത്തെ അവസ്ഥ അതല്ല. എല്ലാ രാജ്യങ്ങളും ഇന്റർനാഷണൽ സ്റ്റുഡൻസിനെ വെൽക്കം ചെയ്യാം. കാരണം ആ രാജ്യങ്ങളിലും നമുക്ക് പോപ്പുലേഷൻസ് കുറവാണ്, അതുപോലെ എംപ്ലോയ്മെന്റ് കൂടുതലാണ്, ആളുകൾ കുറവാണ്, എംപ്ലോയീസ് കുറവാണ്, തൊഴിൽ ഒരുപാടുണ്ട്, ചെയ്യാൻ ആളില്ല. അപ്പൊ അതുകൊണ്ട് അവരവിടുത്തെ തൊഴിലധിഷ്ഠിത കോഴ്സുകളുണ്ട്. നമ്മളിവിടെ ഡിപ്ലോമ പ്രോഗ്രാം ചെയ്യുന്നത് വൊക്കേഷണൽ പ്രോഗ്രാം പോലെ തന്നെ ജർമ്മനി പോലുള്ള രാജ്യങ്ങളും ഇറ്റലി, ഫ്രാൻസിൽ എല്ലായിടത്തും ഇതുപോലെ പ്രോഗ്രാംസുകൾ അവൈലബിൾ ആണ്. അപ്പൊ നമ്മൾ ഏത് പ്രോഗ്രാം എവിടെ പഠിക്കണം എന്നുള്ളതിനെ പറ്റി മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി. കാരണം നമ്മൾ അതിന്റെ കോസ്റ്റും കാര്യങ്ങളും കണ്ടെത്തിയാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് നമുക്ക് ഒറ്റ കോഴ്സിലൂടെ നമുക്ക് നമ്മുടെ ലൈഫ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനത്തെ കോഴ്സ് ഇപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ജർമ്മനിയിലാണ് ഏറ്റവും കൂടുതൽ അങ്ങനത്തെ കോഴ്സുണ്ട്. ജർമ്മനിയിൽ നമ്മൾ പഠിക്കുമ്പോൾ തന്നെ നമുക്ക് ഇങ്ങോട്ട് സ്റ്റൈപ്പൻഡ് കിട്ടും. കാരണം നമ്മൾ ഇവിടെ പഠിക്കുമ്പോൾ അങ്ങോട്ട് പൈസ കൊടുത്ത് നമ്മൾ പഠിക്കുന്നത് ജനറേഷൻ കൂടുതൽ നോക്കുന്നത് സെറ്റിൽഡ് ആവാന്നാണ് എല്ലാവരും നോക്കുന്നത്. അപ്പൊ ഇതെന്ന് വെച്ചാൽ ഒരു 3 കൊല്ലത്തെ അല്ലെങ്കിൽ 3.5 വർഷത്തെ കോഴ്സ് പഠിച്ചിട്ടുണ്ടെങ്കിൽ പഠിക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മൾ പഠിക്കാൻ വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തതിനേക്കാൾ കൂടുതൽ പൈസ നമുക്ക് തിരിച്ചു കിട്ടും. പഠനം കഴിഞ്ഞാൽ നമുക്ക് ജോലിയും കിട്ടും. അങ്ങനത്തെ കോഴ്സുകളാണ് ഇപ്പോൾ കൂടുതലും ആളുകൾ ചൂസ് ചെയ്തുകൊണ്ട് വരുന്നത്. അതെ, ടെൻഷനും ഇല്ല പാരന്റ്സിന്. ഈ അതെ, ഇത് അവര് നമ്മൾ ഏറ്റവും കൂടുതൽ നോക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യൻ സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പേരൻസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് പഠിക്കുന്നത്. ഫീസ് അടയ്ക്കുന്നത് പേരൻസ് ആണ്. അപ്പൊ ഈ പേരൻസിന്റെ ഫിനാൻഷ്യൽ കപ്പാസിറ്റി അനുസരിച്ചിട്ടാണ് നമുക്ക് പഠിക്കാൻ വേണ്ടി പറ്റുള്ളൂ. പക്ഷെ ജർമ്മനി പോലുള്ള രാജ്യങ്ങളൊക്കെ യൂറോപ്പിലെ എല്ലായിടത്തും എന്ന് വെച്ചാൽ ഇവരാരും പേരൻസിനെ ഡിപ്പെൻഡ് ചെയ്യില്ല. അവർ പഠനവും അതുപോലെ തന്നെ അവരെ പാർട്ട് ടൈം ജോലിയും എല്ലാം ചെയ്തുകൊണ്ടാണ് അവർ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് അവിടുത്തെ സിലബസും കരിക്കുലം ഒക്കെ അങ്ങനെയാണ്. പഠനവും ജോലിയും ഒരുമിച്ച് കൊണ്ടുപോകാൻ വേണ്ടി പറ്റുന്ന രീതിയിലാണ് സിലബസ് വരെ പ്രിപ്പയർ ചെയ്തിട്ട് അങ്ങനെയാണ് അവരുടെ ഒരു പഠന രീതി പോകുന്നത്. അപ്പൊ നമുക്ക് കുട്ടികൾക്ക് ഇപ്പോൾ +2 കഴിഞ്ഞ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നമ്പർ 1 കോഴ്സ്, അതിനകത്ത് നമുക്കൊരു കാറ്റഗറൈസ് ചെയ്യും. 1, 2, 3, 5 വരെ നമ്മൾ കാറ്റഗറൈസ് ചെയ്താൽ അതിനകത്ത് നമ്പർ 1 ആയിട്ട് ഫസ്റ്റ് നമ്പർ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നത് ഓസ്ബിൽഡൻ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം. ജർമ്മനിയിലാണ് നമ്മൾ ചെയ്യാൻ പറ്റുന്നത്. ജർമ്മനിയാണ് ചെയ്യുന്നത്.
ഹോസ്പിറ്റലിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് അവിടെ പഠിക്കാനായിട്ട് ഫീസ് ഇല്ല, ഫ്രീ ആണ് പഠിക്കാനായിട്ട്. 1 രൂപ പോലും അവിടെ ഫീസ് കൊടുക്കണ്ട. പോകാനായിട്ടുള്ള കൺസൾട്ടൻസി ഫീസും അതുപോലെ തന്നെ വിസ ഫീസ്, ടിക്കറ്റ്, അങ്ങനെയുള്ള ചെറിയ ചെലവുകൾ മാത്രമേ വരുന്നുള്ളൂ. അതിന് പുറമെ നമ്മൾ പഠിക്കുമ്പോൾ തന്നെ ഒരു 3 വർഷത്തെ കോഴ്സ് ആണെങ്കിൽ 36 മാസം കൊണ്ട് അവർക്ക് ഇങ്ങോട്ട് ഏതാണ്ട് ഒരു 38 ലക്ഷം രൂപയോളം ഇങ്ങോട്ട് സ്റ്റൈപ്പൻഡ് കിട്ടും. കാരണം ഏതാണ്ട് ഒരു 1300 മുതൽ 1400 യൂറോ വരെ മന്ത്ലി സ്റ്റൈപ്പൻഡ് കിട്ടും. അപ്പൊ ഇവരെ പഠനം കാര്യങ്ങളെല്ലാം കഴിഞ്ഞാൽ പോലും ഒരു ചെറിയൊരു എമൗണ്ട് ഇവർക്ക് വീട്ടുകാരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പഠിക്കാവുന്ന ഒരു ലെവലിലേക്ക് ഇവർക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റും. ഇതിനൊക്കെ കുട്ടികൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജർമ്മൻ ഭാഷ പഠിക്കാമെന്നത് മാത്രമേ. ആദ്യം ലാംഗ്വേജ് പഠിച്ച് പാസ്സാണ്. അവിടെയാണ് കുട്ടികളുടെ ഇവിടുന്ന് വരുന്നൊരു ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. അവർ ആ ഫീസ് അടച്ച് ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് ഇവർക്ക് ജർമ്മനിയിലെ ഹോസ്പിറ്റലിൽ പ്രോഗ്രാം ചെയ്യാം. അതായത് അവിടെ ഫീസ് ഇല്ല, പഠിക്കാനായിട്ട് ഫീസോ കാര്യങ്ങളോ ഒന്നും കൊടുക്കണ്ട. അവർക്ക് ഇവിടെ മാസം സ്റ്റൈപ്പൻഡ് കിട്ടുകയും ചെയ്യും. ഇതിൽ ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് ഒരുപാട് കാറ്റഗറീസ് ഉണ്ട്. ഹൗസ് ബിൽഡിംഗ് എന്ന് പറയുന്നത് ഒരുപാട് കോഴ്സുകൾ നമുക്ക് ഇതിനകത്ത് പഠിക്കാൻ വേണ്ടി പറ്റും. നമ്മളിപ്പോൾ നോർമലി ഇന്ത്യയിൽ നല്ല പൊതുവെ എല്ലാവർക്കും ചെയ്തുകൊണ്ടിരുന്നത് 5-6 കാറ്റഗറീസ് ആണ്. ഒന്ന് അതിനകത്ത് ഏറ്റവും ടോപ്പ് ലെവലിൽ നിൽക്കുന്നത് നഴ്സിംഗ്, അതുപോലെ ലോജിസ്റ്റിക്സ്, മെക്കാനിക്കൽ, മെക്കാട്രോണിക്സ്, ഫുഡ് ടെക്നോളജി, ഹോട്ടൽ മാനേജ്മെന്റ് പോലെയുള്ള കുറച്ച് ഒരു 5-6 ട്രേഡുകളാണ് എല്ലാവരും ചെയ്യുന്നത്. പക്ഷെ ക്രോസ് റോഡ്സിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ട്രേഡ് ചെയ്യുന്ന ഒരു കൺസൾട്ടൻസിയാണ് ക്രോസ് റോഡ്സ്. ഞങ്ങളിവിടെ 42ഓളം ട്രേഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുവരെ ആരും കേൾക്കാത്ത ട്രേഡ് വരെ നമ്മൾ ചെയ്യുന്നുണ്ട്. അത് നമ്മളിവിടെ സൈക്കിൾ മെക്കാനിസം ഉണ്ട്, നമ്മൾ സൈക്കിൾ ഉണ്ടാക്കുന്നുണ്ട്, റോഡ് ഉണ്ടാക്കുന്നുണ്ട്. ഇങ്ങനത്തെ ഇതിന് വരെ നമുക്ക് ജർമ്മനിയിൽ കോഴ്സുകൾ അവൈലബിൾ ആണ്. ഇത് പഠിക്കാൻ വേണ്ടി പോകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അവിടെ സ്റ്റൈപ്പൻഡും കിട്ടും. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് നൂതനമായിട്ടുള്ള കോഴ്സുകൾ നമുക്കുണ്ട്. അതുപോലെ തന്നെ നമുക്ക് സിവിൽ എഞ്ചിനീയറിംഗ് പഠിക്കാം, ഇലക്ട്രോണിക് പഠിക്കാം, ഇലക്ട്രിക്കൽ പഠിക്കാം. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള 42ഓളം ട്രേഡുകൾ ഞങ്ങളിവിടെ ചെയ്യുന്നുണ്ട്. അതെ, ഇതിനകത്ത് ഈ 40 കുട്ടികളുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട് ഈ 42ൽ ഏതാണോ അവരുടെ ടേസ്റ്റ് അതനുസരിച്ചിട്ട് ചൂസ് ചെയ്ത് അവർക്ക് പഠിക്കാൻ വേണ്ടി പറ്റും. ബാക്കിയുള്ള കൺസൾട്ടൻസികൾ ഞാനൊരു കുറ്റം പറയുന്നതല്ല, ഒരു കമ്പാരിസൺ വെച്ചാൽ ബാക്കിയുള്ളവർക്ക് വെച്ചാൽ 6 ട്രേഡേ ഉള്ളൂ. 6 ട്രേഡ് മാക്സിമം ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഏത് ട്രേഡിലേക്ക് കുട്ടികൾ വന്നാലും ഈ ട്രേഡിനകത്തേക്ക് കാര്യങ്ങൾ പറഞ്ഞ് കോംപ്രമൈസ് ചെയ്ത് അവർ ക്ലോസ് ചെയ്യാണ് ചെയ്യുന്നത്. നമുക്കെന്ന് വെച്ചാൽ കുട്ടികളുടെ ഇഷ്ടം ഏതാണെന്ന് വെച്ചാൽ 42 ട്രേഡ് നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കും. അതിൽ ഏതാ വേണ്ടതെന്ന് വെച്ചാൽ അവർക്ക് അത് പഠിച്ചിട്ട് പോകാൻ വേണ്ടി പറ്റും. അപ്പൊ ഇതിന് ജർമ്മൻ ഭാഷ പഠിക്കുക എന്നുള്ളത് മാത്രമാണ് വേണ്ടത്. ഇതാണ് ഏറ്റവും നമ്പർ 1 ആയിട്ട് നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടി പറ്റുന്നത്. ജർമ്മൻ ഭാഷ പഠിക്കാൻ വില്ലിംഗ് ആയിട്ടുള്ള കുട്ടികളുണ്ടെങ്കിൽ അവരുടെ ടേസ്റ്റ് അനുസരിച്ച് 42 ട്രേഡിൽ ഏതെങ്കിലും ഒരു ട്രേഡ് അവർക്ക് തിരഞ്ഞെടുത്ത് പഠിക്കാം. അതോടൊപ്പം തന്നെ മാസം 1 ലക്ഷം രൂപയോളം അവർക്ക് സ്റ്റൈപ്പൻഡ് ആയിട്ട് ഇങ്ങോട്ട് വാങ്ങിക്കുകയും ചെയ്യും. അഡ്മിഷൻ നമ്മുടെ അവിടെ ഒരു ഫയൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ 100% അവർക്ക് അഡ്മിഷൻസ് എടുത്തു കൊടുക്കും. കാരണം അതിന്റെ അവർ ആപ്ലിക്കേഷൻ ഇടുന്നത് മുതൽ അവർ അവിടെ ചെന്ന് അവിടെ സെറ്റിൽ ആവുന്നത് വരെയുള്ള സകല സർവീസുകളും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും. കാരണം ഇവിടുന്ന് ആപ്ലിക്കേഷൻ പോകുന്നത് അതിന്റെ ട്രാക്കിംഗ്, അഡ്മിഷൻ എടുക്കുന്നു, ഓഫർ ലെറ്റർ എടുക്കുന്നു, കുട്ടികളുടെ ഫീസ് കാര്യങ്ങൾ, ഇവിടുത്തെ കാര്യങ്ങൾ ചെയ്യുന്നു, BFSന്റെ കാര്യങ്ങൾ, വിസയുടെ കാര്യങ്ങൾ, അതുപോലെ അവർ അറ്റസ്റ്റേഷൻ, ട്രാൻസ്ലേഷൻ, ഇതുപോലെ അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ എയർപോർട്ടിൽ നിന്ന് അവരെ പിക്ക് ചെയ്യുന്നു, ഹോസ്റ്റൽ അറേഞ്ച് ചെയ്യുന്നു, ഹോസ്റ്റലിലേക്ക് കൊണ്ടുപോകുന്നു. ഒരു ടെൻഷനില്ല. പിറ്റേ ദിവസം അവരെ സ്കൂളിൽ കൊണ്ടുപോകുന്നു, അഡ്മിഷൻ എടുക്കുന്നു, അവിടുന്ന് എംപ്ലോയർ എടുത്ത് കൊണ്ടുപോകുന്നു, അവിടെ കാര്യങ്ങൾ ചെയ്യുന്നു. ഇത് കൂടാതെ അവർക്ക് അവിടെ ചെന്നിട്ട് ലോക്കലി ഇൻഷുറൻസ് വേണം, അതുപോലെ ഒരു സിറ്റിയിൽ രജിസ്റ്റർ ചെയ്യണം. നമ്മൾ ഇവിടുത്തെ പോലെ വെറുതെ ചെന്ന് താമസിക്കാൻ വേണ്ടി പറ്റും. സിറ്റി രജിസ്ട്രേഷൻ ഉണ്ട്, അതുപോലെ ബാങ്ക് അക്കൗണ്ട് ഉണ്ട്. ഇതെല്ലാ കാര്യങ്ങളും ചെയ്ത് വരെ ഗൈഡ് ചെയ്യാനായിട്ട് നമ്മുടെ ടീം ഫുൾ ടൈം ഉണ്ടായിരിക്കും. അതാണ് നമ്മുടെ പ്രത്യേകത. ഏറ്റവും ചെറിയ കാര്യത്തിന് നമ്മുടെ ടീം ഉണ്ടാവും. അപ്പൊ ഇത് ഒരു കുട്ടി എന്താ പറയാ ജോലി വേണം, ഒപ്പം തന്നെ എന്തെങ്കിലും സമ്പാദിക്കണം എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് അവർക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന നമ്പർ 1 പ്രോഗ്രാമാണ് ഹൗസ് ബിൽഡ് എന്ന് പറയുന്ന ജർമ്മനിയിലെ പ്രോഗ്രാം. ലാംഗ്വേജ് ക്ലാസ് നമ്മൾ തന്നെ കൊടുക്കുന്നുണ്ട്. ലാംഗ്വേജ് 4 ലെവലാണ് കുട്ടികൾക്ക് ലാംഗ്വേജ് വേണ്ടത്. A1, A2, B1, B2 കുട്ടികൾക്ക് പഠിക്കാനായിട്ട് പോകുന്നത്. പിന്നെ C1, C2 എന്ന് പറയുന്ന ഒരു ലെവൽ കൂടെ വേണം. അത് ശരിക്കും ഡോക്ടേഴ്സിനൊക്കെയാണ് ആവശ്യമുള്ളൂ. നമ്മൾ പഠിക്കാൻ പോകാനായിട്ട് B2 ലെവൽ വരെ മതി. ഇപ്പൊ നോർമലി എല്ലാവരും അഡ്മിഷൻ എടുക്കുന്നത് B1, B2 തുടങ്ങിയിട്ടാണ് അഡ്മിഷൻസ് എടുക്കുന്നത്. B1 ഉണ്ടെങ്കിൽ നമുക്ക് അഡ്മിഷൻസ് എടുക്കാൻ വേണ്ടി പറ്റും. B2 കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡെഫിനറ്റ് ആയിട്ട് വേറെ ഇഷ്യൂസ് ഇല്ലാണ്ട് നമുക്ക് അഡ്മിഷൻസ് എടുക്കാൻ വേണ്ടി പറ്റും. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം കോഴ്സുകളെ സംബന്ധിച്ചിടത്തോളം ചില പ്രോഗ്രാമുകൾ നമുക്ക് A2 ലെവലിൽ തന്നെ നമുക്ക് അഡ്മിഷൻ എടുക്കാൻ വേണ്ടി പറ്റും. അത് അസിസ്റ്റന്റ് പ്രോഗ്രാമുകളുണ്ട്. അവിടെ ഹോസ്പിറ്റലിനകത്ത് തന്നെ അസിസ്റ്റന്റ് പ്രോഗ്രാമുകൾ നമുക്ക് A2 വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി. അത് ഒരുപാടൊന്നുമില്ല, നഴ്സിംഗിനകത്താണ് നമുക്ക് അങ്ങനത്തെ ഒരു പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. അസിസ്റ്റന്റ് നഴ്സിംഗ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം നമുക്ക് A2 വെച്ചിട്ട് അത് ചെയ്യാൻ പറ്റും. അത് 1.5 വർഷത്തെ പ്രോഗ്രാം ഉണ്ട്, 2 വർഷത്തെ പ്രോഗ്രാം ഉണ്ട്. അത് അവർക്ക് ഇവിടെ നിർത്തിട്ട് നോർമലി ഹോസ്പിറ്റലിംഗ് പോലെ തന്നെ ഇത് പഠിക്കുമ്പോൾ സ്റ്റൈപ്പൻഡ് കിട്ടും. A2 മതി. അതിന്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ജർമ്മനിയിലേക്ക് പോകാൻ എളുപ്പമാണ് കുട്ടികൾക്ക്. അസിസ്റ്റന്റ് നഴ്സിംഗ് മാത്രമായിരിക്കും. അപ്പൊ അവർ അസിസ്റ്റന്റ് നഴ്സിന് ഒരിക്കലും അവിടുത്തെ ചെന്നിട്ട് രജിസ്റ്റേർഡ് നഴ്സ് ആവാൻ പറ്റില്ല. രജിസ്റ്റേർഡ് നഴ്സ് ആണെന്നുണ്ടെങ്കിൽ അവർ വീണ്ടും ബാക്കിയുള്ള വർഷം കൂടെ അവിടെ കംപ്ലീറ്റ് ചെയ്യണം. കാരണം അവർ അവിടെ ചെന്ന് ബാക്കി ലാംഗ്വേജ് കംപ്ലീറ്റ് ചെയ്തിട്ട് അവിടെ ഈ 3
വർഷത്തെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് രജിസ്റ്റേർഡ് നഴ്സായിട്ട് വർക്ക് ചെയ്യാനായിട്ട് പറ്റും. ഈസിലി ജർമ്മനിയിലേക്ക് എത്താനായിട്ട് A2 കഴിഞ്ഞിട്ട് അസിസ്റ്റന്റ് നഴ്സിംഗ് പ്രോഗ്രാമിൽ പോകാനായിട്ട് സാധിക്കും. നോർമലി അങ്ങനെ കുട്ടികൾ പോകുന്നുണ്ട്, B1 കഴിഞ്ഞിട്ട് പോകുന്നുണ്ട്, B2 കഴിഞ്ഞിട്ട് പോകുന്ന കുട്ടികളുമുണ്ട്. അത് പല സമയത്തും നമുക്ക് കിട്ടുന്ന അഡ്മിഷൻസിന് ബേസ് ചെയ്തിട്ടിരിക്കും ഈ 3 കാറ്റഗറി വരുന്നത്. നമുക്ക് ഈ 3 കാറ്റഗറി നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ നഴ്സിംഗ് പഠിക്കാനായിട്ട് ഇപ്പോൾ ജർമ്മനിയുടെ കാര്യം പറഞ്ഞത്, ജർമ്മനി അല്ലാതെ വേറെ ഏതെങ്കിലും രാജ്യങ്ങൾ ചെയ്യുന്നുണ്ടോ? നഴ്സിംഗ് നമ്മൾ ജർമ്മനി അല്ലാതെ പിന്നെ നമ്മൾ ചെയ്യുന്നത് കാനഡയാണ്. ഇപ്പോൾ കാനഡയിൽ എന്ന് വെച്ചാൽ നമുക്കറിയാം എല്ലാവരുടെയും ഒരു ഡ്രീം ഡെസ്റ്റിനേഷനാണ് കാനഡ, അമേരിക്ക പോലുള്ള രാജ്യങ്ങളൊക്കെ. ഇപ്പം കാനഡയിൽ നമ്മൾ ഒരു പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. 4 വർഷത്തെ കോഴ്സാണ് കാനഡയിൽ നഴ്സിംഗ് പറഞ്ഞത്. പക്ഷെ അതിനകത്ത് 2 വർഷത്തെ പ്രോഗ്രാമാണ് നമുക്ക് ഇനീഷ്യലി നമ്മൾ ഇവിടുന്ന് ചെയ്തത്. അത് HCA എന്ന് പറയുക, ഹെൽത്ത് കെയർ അസിസ്റ്റന്റ്. അതിന് ഇംഗ്ലീഷ് മതി, IELTS ഓവറോൾ 6 ഉണ്ടെങ്കിൽ നമുക്ക് ആ പ്രോഗ്രാമിന് പോകാൻ വേണ്ടി പറ്റും. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് നമ്മൾ ഈ 2 വർഷത്തെ പ്രോഗ്രാം കഴിഞ്ഞിട്ട് അടുത്ത 2 വർഷം കൂടെ നമുക്ക് പഠിച്ചാൽ നമുക്ക് അവിടുത്തെ രജിസ്റ്റേർഡ് നഴ്സായിട്ട് വർക്ക് ചെയ്യാം. അതല്ല ഈ 2 വർഷം മാത്രമേ നമ്മൾ പഠിക്കുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ അസിസ്റ്റന്റ് നഴ്സായിട്ട്, ഹെൽത്ത് കെയറിൽ അസിസ്റ്റന്റ് നഴ്സായിട്ട് വർക്ക് ചെയ്യാം. നമുക്ക് അവിടെ PR കാര്യങ്ങളെല്ലാം എടുക്കാനൊക്കെ ഇതുകൊണ്ട് പറ്റും. ഇതും നമുക്ക് വളരെ ഈസി ആയിട്ട് പോകാനുള്ള ഒരു പ്രോഗ്രാമാണ് HCA എന്ന് പറയുന്നത് കാനഡയിലേക്ക്. ഈ ഒരു പ്രോഗ്രാമിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജർമ്മനിയിൽ നമുക്ക് ഫീസ് ഇല്ലാതെ പഠിക്കാം, പക്ഷെ കാനഡയിൽ നമുക്ക് പഠിക്കാൻ ഫീസ് ഉണ്ട്. ഓഫ്കോഴ്സ് നമുക്ക് ഫീസ് കൊടുത്താൽ നമുക്ക് പഠിക്കാൻ വേണ്ടി പറ്റുള്ളൂ. പക്ഷേ ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിന് 8 മാസത്തെ ട്രെയിനിങ് കഴിഞ്ഞില്ല. ഇപ്പൊ നമ്മൾ ചെന്ന് നമ്മുടെ നഴ്സിംഗിന്റെ എന്താ പറയുക ബേസിക്സ് കാര്യങ്ങളെല്ലാം പഠിച്ചൊരു 8 months കഴിയുമ്പോൾ 9th month ഓൺവേർഡ്സ് ഇവര് ഹോസ്പിറ്റലിലേക്ക് ജോലിക്കായിട്ട് ഇവർ അപ്പോയിന്റ് ചെയ്യും. അതായത് നമുക്ക് ആ സമയത്ത് ഒരു സ്റ്റൈൽ ട്രെയിനിങ് പോലെ നമുക്ക് ചെയ്യും. ഇപ്പം നമ്മളിവിടെയും ഒരു വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിൽ നഴ്സിംഗ് നമ്മൾ പഠിപ്പിക്കുന്നത് ജോലിക്ക് വേണ്ടിയിട്ട് ട്രെയിനിങ്ങിന് വേണ്ടി കൊടുക്കുന്നത് പോലെ തന്നെ ഇവരെയും 8 months കഴിഞ്ഞ് 9 months ഓൺവേർഡ്സ് നമുക്ക് ഒരു ട്രെയിനിങ്ങിനായിട്ട് അതിനകത്ത് ഹോസ്പിറ്റലിനകത്തേക്ക് മാറ്റും. അപ്പോൾ ഹോസ്പിറ്റലിനകത്തേക്ക് ഇവർ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇവർക്ക് അവിടെ നിന്ന് സ്റ്റൈപ്പൻഡ് കിട്ടും. സ്റ്റൈപ്പൻഡ് എന്ന് പറയുന്നത് നല്ല സ്റ്റൈപ്പൻഡ് ഉണ്ട്. അതായത് 4000 CAD, കനേഡിയൻ ഡോളർ 4000 CAD ഇവർക്ക് മന്ത്ലി സ്റ്റൈപ്പൻഡ് ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് വെച്ച് ടോട്ടൽ 2 വർഷമാണ് ഇതിന്റെ പ്രോഗ്രാം. അപ്പോൾ 8 മാസം കഴിഞ്ഞ് 9 മാസം മുതൽ ബാക്കിയുള്ള എല്ലാ മാസവും ഇവർക്ക് 4000 CAD വെച്ച് കൂടി സ്റ്റൈപ്പൻഡ് കിട്ടും. 4000 CAD എന്ന് പറയുമ്പോൾ അത്യാവശ്യം വലിയൊരു എമൗണ്ട് ആയിരുന്നു. ഒരു 62 രൂപയോളം ഒരു CAD റേറ്റ് ഉണ്ട്. അപ്പോൾ 4000 CAD എന്ന് പറയുമ്പോൾ നല്ലൊരു എമൗണ്ട് ഇവർക്ക് സ്റ്റൈപ്പൻഡ് ആയിട്ട് ഇങ്ങോട്ട് കിട്ടും. അപ്പോൾ നോർമലി ടോട്ടലി നോക്കുമ്പോൾ 2 വർഷത്തെ ഡ്യൂറേഷൻ വെച്ച് നോക്കുമ്പോൾ ഇവർ ഫീസ് അടയ്ക്കുന്നതിന്റെ ഡബിൾ എമൗണ്ട് ഇവർക്ക് സ്റ്റൈപ്പൻഡ് ആയിട്ടാണ് ഇവർക്ക് തിരിച്ചു കിട്ടും. അപ്പോൾ നോർമലി പോകുമ്പോൾ ഒരു ഇനീഷ്യൽ വരുന്നുള്ളൂ. ഫസ്റ്റ് ഇയറിന്റെ ഫീസ് അടക്കണം. പിന്നെ നമ്മൾ കാനഡയിലേക്ക് പോകുമ്പോൾ നമുക്കൊരു എമൗണ്ട് നമുക്കൊരു ലിവിംഗ് എക്സ്പെൻസ് ആയിട്ട് കാണിക്കാനാണ്. ഈ ഫണ്ട് മാത്രമേ ഇവർക്ക് ഇനീഷ്യലി കണ്ടാൽ മതി. ബാക്കി 8 മാസം എന്ന് വെച്ചാൽ അവർക്ക് അവിടെ പാർട്ട് ടൈം ജോലി ചെയ്യാൻ വേണ്ടി പറ്റും. പാർട്ട് ടൈം ജോലി ചെയ്തിട്ട് അവർക്ക് അവരുടെ ലിവിംഗ് കോസ്റ്റും കാര്യങ്ങളൊക്കെ മീറ്റ് ചെയ്യാം. അത് കഴിഞ്ഞ് 9ാമത്തെ മാസം മുതൽ ഇവർക്ക് 4000 CAD വെച്ച് സ്റ്റൈപ്പൻഡ് ആയിട്ടും കിട്ടും. കാരണം ഇതെല്ലാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രോഗ്രാംസ് ഒക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിൽ ഇതെല്ലാം ചെയ്യുന്നത് അവിടുത്തെ ഹോസ്പിറ്റലിൽ നേരിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ ഇതിന്റെ ആപ്ലിക്കേഷനും കാര്യങ്ങളെല്ലാം മൂവ് ചെയ്യുന്നു. അവിടെ ഹോസ്പിറ്റലിൽ നേരിട്ടാണ് ഈ പ്രോഗ്രാംസ് എല്ലാം ചെയ്യുന്നത്. എല്ലാം ഡയറക്റ്റ് ആയിട്ടാണ് ചെയ്തത്. അപ്പൊ അതുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫീസോ കാര്യങ്ങളൊന്നും അവർ ഇവിടെ എല്ലാം അടയ്ക്കുന്നത്. എല്ലാം ഡയറക്റ്റ് ഹോസ്പിറ്റലിൽ വരുന്നില്ല. നമ്മളിവിടെ ഫീസ് ഒന്നും നമ്മൾ കളക്ട് ചെയ്യുന്നത് എല്ലാം ഡയറക്റ്റ് ആയിട്ട് അവർ പേ ചെയ്ത് അവർക്ക് അവർ ആ ഒരു അതുകൊണ്ടെന്ന് വെച്ചാൽ ഇവർക്ക് ഒരു കൺഫ്യൂഷന്റെ കാര്യമില്ല. കാരണം ഇത്രയും ഈ ഓഫർ ലെറ്റർ കാര്യങ്ങൾ വരുമ്പോൾ അതിനകത്ത് ഇതെല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. കാരണം ഈ സ്റ്റൈപ്പൻഡിന്റെ കാര്യങ്ങളും എത്രയും ഡ്യൂറേഷൻ അതിന് എത്ര രൂപ വരെ സ്റ്റൈപ്പൻഡ് കിട്ടും, എല്ലാ കാര്യങ്ങളും ഇവർക്ക് കിട്ടുന്ന കോൺട്രാക്ടിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പൊ അങ്ങനെ ഒരു പ്രോഗ്രാമും കൂടെ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പൊ കാനഡയിലേക്ക് പോകാൻ താല്പര്യമുള്ള കുട്ടികൾ, അതും ഹെൽത്ത് കെയറിൽ നഴ്സ് ആവാനും ഹെൽത്ത് കെയറിനകത്ത് കാനഡയിൽ പോകാൻ താല്പര്യമുള്ള കുട്ടികൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് ഇത്. പല കോളേജുകളും ചെയ്യുന്നത് ഇവിടെ നഴ്സിംഗ് കഴിഞ്ഞിട്ട് BSc നഴ്സിംഗ് ഇവിടെ കഴിഞ്ഞിട്ട് 2 വർഷത്തെ പ്രോഗ്രാം അങ്ങോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ആ കോഴ്സ് അവിടെ അതിനും ഈ പറഞ്ഞ പോലെ 12 lakhs 13 lakhs പെർ ഇയർ ഫീസ് വരുന്നുണ്ട്. നമുക്ക് അത്രയൊന്നും ഫീസ് വരില്ല. ആ പ്രോഗ്രാം BSc നഴ്സിംഗ് കഴിഞ്ഞിട്ട് 2 വർഷം അവിടെ പോയി പഠിച്ചിട്ടാണ് പിന്നീട് അവരവിടെ രജിസ്റ്റേർഡ് നഴ്സായിട്ട് വർക്ക് ചെയ്യുന്നത്. വേസ്റ്റ് ആവും. ഇവിടെ എന്ന് വെച്ചാൽ ഈ 2 വർഷം ഉണ്ടെങ്കിൽ ഇവർക്ക് അവിടെ ഹെൽത്ത് കെയർ അസിസ്റ്റന്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞ് ഈ പറഞ്ഞ പോലെ 2 വർഷത്തെ അഡീഷണൽ കോഴ്സും കൂടെ അവർ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അവിടെ രജിസ്റ്റേർഡ് നഴ്സായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ കാനഡയ്ക്ക് പോകാൻ വളരെ ഈസിയാണ്. കാരണം ഇതിനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം എന്താ പറയുക വിസ റിജക്ഷൻ കുറവാണ് ഈ ഒരു പ്രോഗ്രാം. വിക്ടോറിയയിലാണ് ഈ കോളേജ് വരുന്നത്. അപ്പോൾ അതുകൊണ്ടെന്ന് വെച്ചാൽ അവിടെ പാർട്ട് ടൈം ജോബിന്റെ ഫെസിലിറ്റീസ് കൂടുതലാണ്. പിന്നെ ഇവർക്ക് കുട്ടികൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നേരിട്ട് കോളേജുമായിട്ട് സംസാരിക്കാം, അഡ്മിഷൻ ടീമുമായിട്ട് സംസാരിക്കാം. അതിന്റെ ഫെസിലിറ്റി നമ്മൾ ചെയ്തു കൊടുക്കും. സൂം കോൾ വഴി അവർക്ക് നേരിട്ട് കോളേജുമായി സംസാരിച്ച് ഇവർക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ട് മാത്രമേ ഇവർക്ക് അഡ്മിഷൻസിന്റെ കാര്യത്തിലേക്ക് മൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതിനെല്ലാം ബേസിക് ക്വാളിഫിക്കേഷൻ +2 മതി. IELTS മാത്രം എടുത്താൽ മതി. ഈ 2 പ്രോഗ്രാമാണ് നമ്മൾ നഴ്സിംഗ് ആയിട്ട് ജർമ്മനി, കാനഡ. ഈ 2 നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന കാരണം എന്ന് വെച്ചാൽ 2 സ്റ്റുഡൻസിനും ഫാമിലിക്കും കൂടുതൽ ബാധ്യത വരുന്നില്ല. കാരണം ഇവർക്ക് ഇൻകം ഇങ്ങോട്ട് കിട്ടിയിട്ടാണ് ഇവർ പഠിക്കുന്നത്. അതുകൊണ്ടാണ് ഈ 2 പ്രോഗ്രാം നമ്മൾ ചെയ്യുന്നത്. ഇപ്പൊ
ഇപ്പൊ നമ്മൾ ജർമ്മനി കാനഡയുടെ കാര്യം പറഞ്ഞു. ഇപ്പൊ ഈ +2 കഴിഞ്ഞ കുട്ടികൾക്ക് ഇപ്പൊ ജർമ്മനി കാനഡ അല്ലാതെ യൂറോപ്യൻ കൺട്രീസിൽ ചെയ്യാൻ പറ്റുന്ന വേറെ ഏതെങ്കിലും പ്രോഗ്രാംസ് ഉണ്ടോ? നമ്മളിപ്പോൾ ജർമ്മനി കാനഡ അല്ലാതെ ഇപ്പോൾ ജർമ്മനിയിൽ കുറേ പ്രോഗ്രാംസ് നമ്മൾ പറഞ്ഞു, കാനഡയിൽ പറഞ്ഞു. ഇത് കൂടാതെ +2 കഴിഞ്ഞ കുട്ടികൾക്ക് ലാറ്റ്വിയയിൽ, യൂറോപ്യൻ കൺട്രിയിൽ ലാറ്റ്വിയയിൽ മാരിടൈം പ്രോഗ്രാം ഉണ്ട്. മെറൈൻ എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഗ്രാം ഉണ്ട്. ഇപ്പോൾ നമ്മൾ കുറേ ആളുകളുടെ ഒരു ആഗ്രഹമാണ് ഷിപ്പിൽ വർക്ക് ചെയ്യാന്നുള്ളത്. ഇപ്പോൾ ചില ആ ഷിപ്പിൻ്റെ ആ ഒരു ഡ്രസ്സും യൂണിഫോമും കാര്യങ്ങളും കിട്ടുന്ന നിൽക്കുമ്പോൾ കുറേ കുട്ടികൾക്ക് ഒരു ആഗ്രഹം വരും. ഇതെങ്ങനെയാണ് പഠിക്കുക, ഇതെങ്ങനെ എന്തൊക്കെയാണ് ഇതിന് വേണ്ടതെന്നുള്ളൊരു കുറേ കൺഫ്യൂഷൻസ് ഉണ്ടാവും. പല കുട്ടികളും വിചാരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിവിടെ ബിടെക് കഴിഞ്ഞ് അതുപോലെ തന്നെ മെറൈൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞാലൊക്കെയാണ് ഈ ഒരു പോസ്റ്റിലേക്ക് എത്താൻ വേണ്ടി പറ്റുള്ളൂ. പിന്നെ ഇതിന് കുറേ കൂടെ എന്താ പറയുക, ഫിസിക്കൽ കുറേ കൂടെ കാര്യങ്ങൾ വേണം. അങ്ങനെ കുറേ സംശയമുള്ള കുട്ടികളുണ്ട്. പഠിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷെ ഇത് എങ്ങനെയാണ് ചെയ്യണമെന്ന് അറിയാത്ത കുറേ കുട്ടികളുണ്ട്. പക്ഷെ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് പഠിക്കാൻ വേണ്ടി പറ്റും. +2 കഴിഞ്ഞ കുട്ടികൾക്ക് IELTS ഒന്നും ഇല്ലാതെ, അപ്പോൾ നമ്മൾ ജർമ്മനിയിലെ കാര്യം പറഞ്ഞാൽ ജർമ്മൻ ലാംഗ്വേജ് വേണം, കാനഡയിൽ IELTS വേണം. എന്നാൽ നമുക്ക് ലാറ്റ്വിയയിൽ IELTSോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ അത്യാവശ്യം ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയുന്ന കുട്ടികൾ, നമുക്കെന്ന് വെച്ചാൽ ഫിസിക്കലി കണ്ണിന് വലിയ പ്രശ്നങ്ങളില്ലാത്ത, ഇപ്പോൾ നമ്മൾ സ്പെക്സ് വയ്ക്കുക അല്ലെങ്കിൽ ലെൻസിൻ്റെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ +2 കഴിഞ്ഞ കുട്ടികൾ ഒരു 20-21 വയസ്സിൻ്റെ ഉള്ളിലുള്ള കുട്ടികളാണെങ്കിൽ, +2 കഴിഞ്ഞിട്ട് 2 വർഷമൊക്കെ ഗ്യാപ്പുള്ള കുട്ടികളാണെങ്കിൽ സുഖമായിട്ട് നമുക്ക് അവിടെ ഷിപ്പിംഗ് കോഴ്സുകൾ പഠിക്കാൻ വേണ്ടി പറ്റും. മാരിടൈം കോഴ്സുകൾ നമുക്ക് പഠിക്കാൻ വേണ്ടി പറ്റും. ഇതും ഡിപ്ലോമയാണ്, 3 വർഷത്തെ ഡിപ്ലോമ പ്രോഗ്രാമാണ്. ഇതിലും എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3 വർഷത്തിൽ 1 വർഷം ഇന്റേൺഷിപ്പാണ്. ഈ ഇന്റേൺഷിപ്പ് സമയത്തും അവർക്ക് സ്റ്റൈപ്പൻഡ് കിട്ടും. അല്ലാത്ത സമയത്ത് ഇവർക്ക് പാർട്ട് ടൈം ജോലി ചെയ്തിട്ട് ഇൻകം ഉണ്ടാക്കാം. ഈ കുട്ടികൾ പാർട്ട് ടൈം ജോലി ചെയ്യുന്നത് നോർമലി ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷിപ്പിംഗ് കമ്പനികൾ തന്നെയാണ് കൂടുതലായിട്ടും ഒരു പാർട്ട് ടൈം ജോലികൾ ചെയ്യുന്നത്. കാരണം ഒരുപാട് ഷിപ്പിംഗ് കമ്പനികളുണ്ട്. ഈ കോഴ്സ് പഠിക്കുന്ന കുട്ടികളായത് കാരണം കൊണ്ട് തന്നെ ഷിപ്പിംഗ് കമ്പനിയിൽ പാർട്ട് ടൈം ജോലി കിട്ടും. കാരണം മുന്നേ നമ്മൾ ഇവിടുന്ന് പോയി പഠിക്കുന്ന കുട്ടികളൊക്കെ ഇതുപോലെ ഷിപ്പിംഗ് കമ്പനികളിൽ പാർട്ട് ടൈം ജോലി ചെയ്യുന്നുണ്ട്, അവരവിടെ സുഖമായിട്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു 3 വർഷത്തെ കോഴ്സ് സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഷിപ്പിംഗ് കമ്പനികളിൽ തന്നെ ജോലി കിട്ടാനുള്ള ചാൻസസും വളരെയധികം കൂടുതലാണ്. അത് ഈ ഒരു സ്കൂൾ തന്നെ അവർക്ക് പ്ലേസ്മെന്റ്സും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നന്നായി പഠിച്ച് സക്സസ്ഫുൾ ആയിട്ട് പഠിച്ച് പാസ്സാകുന്ന കുട്ടികൾക്ക് പ്ലേസ്മെന്റ്സും ഈ ഒരു കോളേജിൽ തന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതും +2 കഴിഞ്ഞ കുട്ടികൾക്ക് വളരെ നല്ലൊരു ഓപ്ഷനാണ് മാരിടൈം പ്രോഗ്രാം ഡിപ്ലോമ. നമ്മളിത് കൂടാതെ നോർമൽ പ്രോഗ്രാംസുകളെല്ലാം ചെയ്യുന്നുണ്ട്. മാസ്റ്റേഴ്സ്, ബാച്ചിലേഴ്സ് ഒക്കെ നമ്മൾ യൂറോപ്പിലും അതുപോലെ തന്നെ UK, കാനഡ എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏത് പ്രോഗ്രാം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ ഇത്തരത്തിലുള്ള ഡിപ്ലോമ പ്രോഗ്രാമുകൾ നമ്മൾ എടുത്തു പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം +2 മതി ബേസിക് ക്വാളിഫിക്കേഷൻ. +2 കഴിഞ്ഞ കുട്ടികൾക്ക് ജോബ് ഓറിയന്റഡ് ആയിട്ട് നമുക്ക് ഇൻകം ഉണ്ടാക്കിക്കൊണ്ട് പഠിക്കാൻ പറ്റുന്ന പ്രോഗ്രാം ആയതുകൊണ്ടാണ് അത് നമ്മൾ ഇത്രയും എടുത്ത് പറഞ്ഞത്. ബാക്കിയൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോർമലി ചെയ്യുന്നത് പോലെ തന്നെ ജർമ്മനിയിൽ നമുക്ക് മാസ്റ്റേഴ്സ് ഫ്രീ ആയിട്ട് പഠിക്കാം, അവിടെ ഫീസ് ഇല്ലാണ്ട് മാസ്റ്റേഴ്സ് പഠിക്കാം. അതുപോലെ തന്നെ UK ആയാലും കാനഡ ആയാലും എല്ലാം നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഇതിനകത്ത് എസ്പെഷ്യലി നമ്മൾ എടുത്തു പറയേണ്ട വേറെ പ്രോഗ്രാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നഴ്സിങ്ങിനുള്ള പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ആണ്. ഇപ്പോൾ നോർമലി നമ്മൾ ഇവിടെ നാട്ടിൽ BSc അതുപോലെ GNM, MSc ഒക്കെ കഴിഞ്ഞിട്ടുള്ള നഴ്സസിന് അവർക്ക് ജോലി എന്ന് പറയുന്നത് ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്ന കുറേ ആളുകളുണ്ട്. ഇവരുടെ എല്ലാവരുടെയും ഒരു അൾട്ടിമേറ്റ് ഡ്രീം എന്ന് പറയുന്നത് UK അല്ലെങ്കിൽ യൂറോപ്പോ എവിടെയെങ്കിലും ചെന്ന് വർക്ക് ചെയ്യുക എന്നുള്ള ഡ്രീം കൊണ്ട് നടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ ഇവർക്ക് നോർമലി അറിയാതെ പോകുന്ന കുറേ എന്താ പറയുക നഴ്സസിന് പല കൺസൾട്ടൻസീസും അധികം ഫീസൊക്കെ ചാർജ് ചെയ്തിട്ടൊക്കെ ചെയ്യുന്ന പ്രോഗ്രാംസ് ഒക്കെ എമൗണ്ട് ചാർജ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ജർമ്മനിയിലേക്ക് പോകാൻ താല്പര്യമുള്ള കുട്ടികളാണെങ്കിൽ അബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ട് നഴ്സസിന് ജർമ്മൻ ലാംഗ്വേജ് മാത്രം പഠിച്ചാൽ മതി. ലാംഗ്വേജ് നമ്മളിവിടെ പഠിപ്പിക്കുന്നുണ്ട്. BSc നഴ്സിംഗോ അല്ലെങ്കിൽ ജനറൽ നഴ്സിംഗോ കഴിഞ്ഞവർക്ക് BSc നഴ്സ്, GNM, MSc ഒക്കെ കഴിഞ്ഞവർക്ക് നോർമലി ലാംഗ്വേജ് പഠിച്ചിട്ടുണ്ടെങ്കിൽ അബ്സല്യൂട്ട്ലി 0, ₹1 പോലും നിങ്ങൾ സ്പെൻഡ് ചെയ്യേണ്ട. നിങ്ങളുടെ വിസ, ടിക്കറ്റ് ഉൾപ്പെടെ എംപ്ലോയർ തരും. ₹1 പോലും സ്പെൻഡ് ചെയ്യാതെ നിങ്ങൾക്ക് ജർമ്മനിയിലെത്തി നല്ല രീതിയിൽ ജോലി ചെയ്യാം. കാരണം അതിനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ ഒരു എന്താ പറയുക 2500, 2400 to 2600 ഉള്ളിലുള്ള €1 നിങ്ങൾക്ക് സാലറി ആയിട്ട് കിട്ടും. അപ്പോൾ നല്ല രീതിയിൽ സാലറി മേടിച്ച് ₹1 പോലും സ്പെൻഡ് ചെയ്യാണ്ട് വേറെ കൺസൾട്ടൻസികൾ കൊടുത്ത് കുറേ പൈസ മുടക്കി പൈസ ഡെഡ് ആവാതെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ഞങ്ങൾ സപ്പോർട്ട് ചെയ്ത് തരാം. അതിന് ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ നിങ്ങൾ പുറത്തുനിന്ന് പഠിച്ചു വന്നാലും കുഴപ്പമില്ല, ഇവിടെ പഠിച്ചാലും കുഴപ്പമില്ല. B2 ലാംഗ്വേജ് ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് നമുക്ക് സപ്പോർട്ട് ചെയ്യാം. ചില കേസസിൽ നമുക്ക് B1 ഉണ്ടെങ്കിൽ നമുക്ക് പോകാൻ വേണ്ടി പറ്റും. B1 ഉണ്ടെങ്കിലും ചില കേസസിൽ ചില ഹോസ്പിറ്റൽസ് നമുക്ക് പോകാൻ വേണ്ടി പറ്റും. അല്ലെങ്കിൽ B2 ഉണ്ടെങ്കിൽ നമുക്ക് കൺഫേം ആയിട്ട് നമുക്ക് പോകാനായിട്ട് സാധിക്കും. പിന്നെ നിങ്ങൾ ഇവിടെ B2 പഠിക്കാനായിട്ട് സ്പെൻഡ് ചെയ്യുന്ന പൈസ ഇപ്പോൾ എത്രയായിക്കോട്ടെ, 70 80 എത്രയാണെങ്കിലും B2 പഠിക്കാനായിട്ട് നിങ്ങൾ ഇവിടെ സ്പെൻഡ് ചെയ്യുന്ന ഫണ്ട് വരെ നിങ്ങൾക്ക് അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ റീഇംബേഴ്സ്മെന്റ് മേടിക്കാൻ വേണ്ടി പറ്റും. അതിന് നമ്മൾ സപ്പോർട്ട് ചെയ്യും. നിങ്ങൾ ഇവിടെ ചെലവാക്കുന്ന പൈസ അവിടെ ചെന്നാൽ നിങ്ങൾക്ക് എംപ്ലോയറിൽ നിന്ന് തിരിച്ച് മേടിച്ച് തരുന്ന രീതിയിൽ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും പ്ലേസ്മെന്റ്സിനകത്ത്. അത് നമ്മൾ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾ ₹1 പോലും നിങ്ങൾ പേ ചെയ്യേണ്ട ആവശ്യമില്ല.